മകയിരം, തിരുവാതിര, പുണർദം, ഉത്രാടം, തിരുവോണം, അവിട്ടം, അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 12 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതി ശനിയാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്തതും എന്നാൽ നിങ്ങളുടെ ജീവിത മേഖലകളെ വളരെയധികം ബാധിക്കുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് ഒരു മനുഷ്യ ജീവിതമാകുമ്പോൾ സാധാരണഗതിയിൽ നിരവധി കാര്യങ്ങൾ ഓരോ നിമിഷവും ജീവിതത്തിൽ നടക്കുമെങ്കിലും അതിൽ ശുഭവും അശുഭകരവുമായ കാര്യങ്ങൾ സമ്മിശ്രവുമായിരിക്കും. മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് പൂർണ്ണ ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നാൽ പോലും ആ സമയമാകുമ്പോൾ നേരെ വിപരീതമായ രീതിയിൽ ആ കാര്യം ഒന്നും നടക്കാത്ത അവസ്ഥ അനുഭവപ്പെടും. ഇത്തരത്തിൽ പലപ്പോഴും സാഹചര്യങ്ങൾ മാറിമറിയുന്നത് വെറുതെയല്ല. അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് നടക്കണമെങ്കിൽ നിങ്ങളോടൊപ്പം ഭാഗ്യത്തിൻ്റെ തുണ കൂടിയേ തീരൂ. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും അവിടെയെല്ലാം പരാജയങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഫലപ്രകാരം കാണിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അത്രയേറെ പ്രാധാന്യം നൽകണം. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച ഈ 12 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 12 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച ധനലക്ഷ്മി യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. അതായത് ഈ ധനലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ വേദജ്യോതിഷപ്രകാരം ശുഭയോഗങ്ങളിൽ വെച്ച് തന്നെ അതിപ്രാധാന്യമറിയിക്കുന്ന ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച ധനലക്ഷ്മി യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും ഇപ്പോൾ ജീവിതത്തിൽ ഒന്ന് കരകയറുവാനുള്ള ഒരു മാർഗവും തെളിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കിയാലും മാനസിക അവസ്ഥ എടുത്തു നോക്കിയാലും വളരെ വലിയ രീതിയിലുള്ള തകർച്ച തന്നെയാണ് നിലനിൽക്കുന്നത്. എല്ലാത്തിലും ഉപരി മനസ്സിന് ഒരു സമാധാനവുമില്ലാത്ത ജീവിത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന നിരവധി വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. ഇത്തരത്തിൽ മനസ്സിന് മുറിവേറ്റ രീതിയിൽ ഇനി ജീവിതത്തിൽ എന്തു ചെയ്യണം എന്ന് അറിയാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലിരുന്ന് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശുഭസമയത്തിന് തുടക്കം കുറിക്കുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 30-ാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ധനലക്ഷ്മി യോഗം നിങ്ങളിലേക്ക് ധനവരവും ജീവിത നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും പല വിധത്തിലുള്ള ഉയർച്ചകളും കൊണ്ടെത്തിക്കുമെന്നുള്ളത് അച്ചിട്ടാണ്. മാത്രമല്ല ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ചില അവസരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ
ഭാവിയിലുള്ള നിങ്ങളുടെ കർമ്മ മേഖലയിലെ ഉന്നമനത്തിന് തന്നെ ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ സമയത്ത് നടക്കുവാൻ പോകുന്നത്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. അതായത് വിവാഹം കഴിഞ്ഞ ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വിവാഹശേഷം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ കുടുംബത്തിൽ ഒരു മനസമാധാനവുമില്ലാത്ത ചില അന്തരീക്ഷങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളാൽ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഇങ്ങനെ പോയാൽ കുടുംബത്തിൻ്റെ ഗതി എന്താകുമെന്ന് ചിന്തിച്ച് ഇപ്പോൾ നിങ്ങൾ വളരെയധികം മനസ്സിൽ ദുഃഖവും ഭയവും അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം നേരിടുന്ന ഒരു മിഥുനം രാശിയിൽ പിറന്ന വ്യക്തിയെങ്കിലും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് 30 ശനിയാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ദിവസം നിങ്ങൾ എടുക്കുവാൻ പോകുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ മാത്രമേ വരികയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 30 ശനിയാഴ്ച ധനലക്ഷ്മി യോഗം സിദ്ധിക്കുന്നതിലൂടെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ മികച്ച ആരോഗ്യസ്ഥിതി നിലനിൽക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ മുൻപ് അനുഭവിച്ചിരുന്നവർക്ക് പോലും ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും വരുന്നത്. ഒപ്പം തന്നെ ഈ 30 ശനിയാഴ്ച ചില സാമ്പത്തിക വരവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ബോണസുകളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയവർ നൽകേണ്ട പണമോ എന്തുമാകാം. എങ്ങനെയായിരുന്നാലും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കയ്യിലേക്ക് ചില ധനവരവുകൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഈ ധനലക്ഷ്മി യോഗം കൊണ്ട് വന്നു ചേരും. ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് 30 ശനിയാഴ്ച ധനലക്ഷ്മി യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിമിഷ നേരം കൊണ്ട് വന്നെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ധനലക്ഷ്മി യോഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷവും വളരെയധികം നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും അകലുകയും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കാണുന്ന പല ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ കാണുവാൻ കഴിയാത്ത തരത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മനസ്സ് തുറന്ന് ഒന്ന് ചിരിച്ചിട്ട് പോലും നാളുകളായ അവസ്ഥയിലാണ് പല മകരം രാശിക്കാരും ഇപ്പോഴുള്ളത്. കാരണം അത്രയേറെ ദുഃഖങ്ങളെയും ആരോടും പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ആശങ്കകളെയും മനസ്സിൽ ഒതുക്കിയാണ് നിങ്ങൾ കഴിയുന്നത്. എന്നാൽ ഈ ധനലക്ഷ്മി യോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു പോസിറ്റീവ് ഊർജം കൈവരുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ്. ഇതിൽ തന്നെ ചില മകരം രാശിയിൽ പിറന്ന മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആഗ്രഹിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്.
അതായത് മക്കളുടെ കർമ്മമേഖലയിൽ ഉയർച്ചയില്ല, മക്കളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നില്ല, അതുപോലെ തന്നെ വിവാഹം കൃത്യസമയത്ത് നടക്കുന്നില്ല എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അനുഭവിച്ചു വന്നിരുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ധനലക്ഷ്മി രാജയോഗത്താൽ വന്നു ചേരുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 29 ശനിയാഴ്ച പല മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളുമായി കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ കഴിയുകയും ചില ദൂരയാത്രകൾ ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായി ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയം തന്നെയായിരിക്കും ഇത്. എന്തുകൊണ്ടും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചില ശുഭവാർത്തകൾ കേൾക്കുവാനും ചില ജീവിത നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ധനലക്ഷ്മി യോഗം സമ്മാനിക്കുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് 30 ധനലക്ഷ്മി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങി സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഇത് ഏറ്റവും ലാഭകരമായ ചില അനുഭവങ്ങൾ നൽകും. മാത്രമല്ല നിങ്ങളുടെ വരുമാന മേഖല എന്താണോ അതിൽ കൂടുതൽ വർധനവ് വരുത്തുവാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് എടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. എന്നാൽ ജീവിതത്തിൽ ഇന്നുവരെ ഒരു കാര്യത്തിനും ആഗ്രഹിച്ച രീതിയിൽ പൂർത്തീകരണം കാണുവാൻ കഴിയാത്ത ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തൊരു കാര്യം തുടങ്ങി വയ്ക്കുവാൻ ശ്രമിച്ചാലും അതിലെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങളും പരാജയങ്ങളുമാണ് നേരിടുന്നത്. പക്ഷേ ഈ ധനലക്ഷ്മി യോഗം അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ കർമ്മ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചെടുക്കുവാനുള്ള മഹാഭാഗ്യവുമാണ് നൽകുവാൻ പോകുന്നത്. ധനനേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മികച്ച ആരോഗ്യസ്ഥിതിയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുവാനുള്ള മാനസിക സ്ഥിതിയും കൈവരികയും നിങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിന് വരെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 30 ശനിയാഴ്ച മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അംഗീകാരങ്ങൾ തേടിയെത്തുന്ന അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു. അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് 29 ശനിയാഴ്ച നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്ന ചില വാർത്തകൾ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ വെച്ച് തന്നെ ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് നൽകുന്ന ഒന്നായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും വന്നു ചേരുവാൻ ഈ ധനലക്ഷ്മി യോഗം ഭാഗ്യം നൽകും. ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് 30 ശനിയാഴ്ച ധനലക്ഷ്മി യോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന് ഒരു വെളിച്ചം പകരുന്ന തരത്തിലായിരിക്കും ഈ ധനലക്ഷ്മി യോഗം വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ധനലക്ഷ്മി യോഗത്തിന് കഴിയും. കാരണം ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത്
നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും പൊറുതിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ ധനലക്ഷ്മി യോഗത്താൽ കൈവരുന്നത്. മാത്രമല്ല, ഈ ധനലക്ഷ്മി യോഗം സിദ്ധിക്കുന്ന സമയം ദാമ്പത്യ ജീവിതത്തിനും പ്രണയബന്ധത്തിനുമെല്ലാം തന്നെ ഏറ്റവും ഗുണകരമായ ഒരു സമയമായിരിക്കും. അതായത് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിയിൽപ്പെടുന്ന യൗവനക്കാർ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ശുഭസമയമാണ്. മാത്രമല്ല, വിവാഹ തടസ്സം വളരെ നാളുകളായി അനുഭവിക്കുന്ന വൃശ്ചികം രാശിക്കാർക്കും നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതോടെ വന്നു ചേരുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ വീടുകളിൽ ചില മംഗളവാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമുണ്ടാവുകയും നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയവുമായിരിക്കും. ഇനി വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളെപ്പറ്റിയും ഒരു തിരിച്ചു ചിന്ത വേണ്ടാത്ത സമയമാണ് ഇത്. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു കവചം പോലെ ലക്ഷ്മി കടാക്ഷം നിലകൊള്ളുകയും ശുഭകാര്യങ്ങൾ മാത്രം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച ധനലക്ഷ്മി യോഗത്താൽ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ചില അപ്രതീക്ഷിത നേട്ടങ്ങളും അനുഭവത്തിൽ വരുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.